സലീം കുമാർ എന്ന മഹാനടൻ നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം അഭിനയിച്ച പല രംഗങ്ങളും എപ്പോഴും തെളിഞ്ഞു വരാറുണ്ട്. അദ്ദേഹം നടത്തിയ പല സംഭാഷണങ്ങളും നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നുകയും അതൊക്കെ നമ്മളെടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്ന രീതിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, താൻ ആദ്യമായി ഒരു പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. ജനങ്ങൾ ആദരവോടുകൂടി അദ്ദേഹത്തെ സമീപിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗുകളാണ്, കാണാനൊരു ലുക്കില്ലെന്നുള്ളതേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. തുടർന്നുള്ള സംഭാഷണങ്ങളും നമ്മെ കുടുകുട ചിരിപ്പിക്കുന്നതാണ്. അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. എന്താ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ. ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ക്യൂ നിൽക്കുന്നു. ഒരാൾ ചോദിക്കുകയാണ്, അവരെന്തിനാണ് അവിടെ ക്യൂ നിൽക്കുന്നത്? വിഡ്ഢികൾ, ബിരിയാണി വിളമ്പുന്നു എന്നറിഞ്ഞ് അവന്മാർ അവിടെ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ബിരിയാണി വിളമ്പുന്നില്ല. ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ സലീം കുമാർ ആ ക്യൂവിൽ നിൽക്കുന്നു. അപ്പോൾ നേരത്തെ ചോദിച്ച ആൾ ചോദിച്ചു, ബിരിയാണി വിളമ്പുന്നില്ലല്ലോ, പിന്നെ നിങ്ങളെന്തിനിവിടെ നിൽക്കുന്നു? അഥവാ ബിരിയാണി വിളമ്പുന്നെങ്കിലോ? ഇതും നമ്മൾ വല്ലപ്പോഴുമൊക്കെ എടുത്ത് പ്രയോഗിക്കുന്ന സംഭാഷണങ്ങളാണ്. എന്താണ് പ്രശ്നം? അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഞാനൊരു നുണ പറഞ്ഞു ഈ വട്ടന്മാരോട്. നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്ന് പറഞ്ഞ് ഓടിയത് ഞാനോടെ പറ്റിച്ച്. അതിന് നീയും പുറകെ ഓടുന്നുണ്ടല്ലോ, അതെന്തിനാ? ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം അത്ഭുതകരമായിരുന്നു. ഒരു പിതാവിൻ്റെ വേദന മുഴുവൻ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ നമ്മുടെ മുമ്പിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു. ആരുടെയും കരളലിയിക്കുന്ന രംഗങ്ങളായിരുന്നു. ഈ മഹാനടനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. ഇപ്പോഴെങ്കിലും പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എൻ്റെ മനസ്സിൽ പറ്റിപ്പിടിച്ച് നിന്ന ചില രംഗങ്ങളെ മാത്രം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചു എന്ന് മാത്രം.